ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ അറബിക് ലേണിംഗ് സീരീസ് 4 വരെ പഠിച്ച് ഇനി 5ാമത്തെ നമ്മൾ മാദിയായ പേര് പഠിച്ചു. അതിലെ മാദി മുപ്പത്ത്, മാദി മംഫി, മാദി മഅറൂഫ്, മാദി മജ്ഹൂൽ അങ്ങനെ പഠിച്ചു അല്ലേ? مضارع الأفعال it's of 4 types. ماضي then مستقبل أو مضارع. مستقبل مضارع. مضارع present tense, مستقبل future tense. مضارع مستقبل. مضارع എന്ന് പറയുമ്പോൾ present tense വർത്തമാനകാലം. മുസ്തഖ്ബിൽ ഭാവി കാലം. ഭാവി കാലത്തിന് വർത്തമാനത്തിന് ഒരേ ഫോമാണ് അറബിയിൽ അല്ലേ? For future tense and for present tense same form is used in Arabic. Next amr is positive command. Then an-nahi negative command or prohibition. Madi is itself is of 2 types. Madi musbat and madi manfi. Madi musbat means positive sentence. Madi manfi means negative, past form negative. Then Madi also is another classification. Madi ma'ruf and Madi majhul. In ma'ruf, fa'il is known. The subject of action, the doer of action is known. Ma'ruf, the word meaning is known. അറിയപ്പെടുന്നത്. അതായത് ഫായിൽ അറിയപ്പെടുന്നതാണ്. ചെയ്ത ആളാരാണ് അറിയപ്പെടുന്നതാണ്. ചെയ്ത ആളെ പറയപ്പെടുന്നതാണ്. ചെയ്ത ആളെ പറയുന്നതാണ് മഅറൂഫ്. ചെയ്ത ആളെ പറയുന്നില്ലെങ്കിൽ മജ്ഹൂൽ. കത്തബ ദർസു, കത്തബ മുഹമ്മദൻ ദർസഹു. Muhammad wrote his lesson. So who wrote Muhammad. Kutiba darsu. Kataba majhul form kutiba. Kutiba darsu. Then meaning പാഠം എഴുതപ്പെട്ടു. That is the lesson is written. The lesson is written. So صرف ما فعل. You بشرة ما فعل. വ്യക്തമാക്കി പറയണം. ക്ലിയർലി മാ ഫാൽത്ത തൂ വ്യക്തമായിട്ട് പറയണ്ടേ? മാ ഫാൽത്ത മാ ഫാൽത്തുമാ മാ ഫാൽത്തി മാ ഫാൽത്തുമാ മാ ഫാൽത്തു മാ ഫാൽന. ഞാൻ പഠിച്ചു തരുന്നത് ഫായിലെ സ്വഭാവം പറഞ്ഞല്ലേ? മാന്ന് ചേരണ്ടല്ലേ ഉള്ളൂ. മാ കത്തബ യു ما كتب ما كتبوا ما كتبت ما كتبتا ما كتبنا ما كتبت ما كتبتما ما كتبتم ما كتبت ما كتبتما ما كتبتن ما كتبت ما كتبنا. ما فتح ما فتح ما فتح ما فتحوا ما فتحت ما فتحت ما فتحت ما فتحنا ما فتحنا ما فتحت ما فتحت ما فتحت ما فتحتما ما فتحتم ما فتحت ما فتحتما ما فتحتن ما فتحت ما فتحنا. ما فتحنا meaning ഞാനോ മാ ഫത്തഹ്ന എന്ന് പറഞ്ഞു. നാം ഫത്തഹ എന്ന് പറഞ്ഞ അർത്ഥം തുറന്നിട്ടില്ല. നാം തുറന്നിട്ടില്ല. നാം തുറന്നിട്ടില്ല. فعل يو فعل صرف فعل 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 فعلت فعلتا فعلنا فعلت فعلتما فعلتم فعلت فعلتما فعلتن فعلت فعلنا. ما نصر സഹായിക്കപ്പെട്ടിട്ടില്ല.
Yes. Manusira, manusiru, ما نصر ما نصر ما نصروا. manusirta, manusirta, manusirna, manusir, ما نصر ما نصر ما نصروا ما نصرت ما نصرت എന്നല്ല ما نصرت അവൾ ഒരു സ്ത്രീ ചെയ്തിട്ട് സഹായിക്കപ്പെട്ടിട്ടില്ല. ما نصرت ما نصرت ما نصرن ما نصرت ما نصرتما ما نصرتم ما نصرت ما نصرتما manusirtum, ما نصرتن manusirtunna, ما نصرت manusirna. അല്ല പഠിത്തം. പതിനാല് ലമീറുകളുണ്ട്. അതൊക്കെയാണ് അതിനനുസരിച്ചാണ് നമ്മൾ സർഫാക്കുന്നത്. 14 ലമീറിനനുസരിച്ച് ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അന നഹ്നു. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന എന്നുള്ള ഗായിബാണ്. അതായത് ഗായിബ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് തേർഡ് പേഴ്സൺ വരെ ഇവിടെ ഇല്ലാത്ത ആള്, ഹാദർ ഇല്ലാത്ത ആളാണ്, പ്രസന്റ് അല്ല. അവൻ ഒരു പുരുഷൻ, ഹുവ, ഹുമാ അവർ രണ്ട് പുരുഷന്മാർ, ഹും അവർ രണ്ടിലധികം പുരുഷന്മാർ, ഹിയ അവൾ ഒരു സ്ത്രീ, ഹിയ ഹുമാ അവർ രണ്ട് സ്ത്രീകൾ, ഹുന്ന അവർ കുറെ സ്ത്രീകൾ, രണ്ടിലധികം സ്ത്രീകൾ. അറബിയിൽ തസ്നിയ ദ്വിവചനമുണ്ട്. അതേപോലെയാണ് ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന. അപ്പൊ മാ ഫഅല, മാ ഫഅല, മാ ഫഅലു, മാ ഫഅലത്ത് തന്നെ പറയണം. മാ ഫഅലത്ത എന്ന് പറഞ്ഞാൽ എന്തായി? അന്ത എന്നുള്ള ദമീറായി. മാ ഫഅലത്ത് എന്ന് പറയുമ്പോൾ ഹുവ ഹിയ എന്നുള്ള ദമീറാണ് അതിലുള്ളത്. മനസ്സിലായില്ലേ? അവൾ നിന്ന്. മാ ഫഅലത്ത് എന്ന് പറഞ്ഞാൽ അവൾ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. മാ ഫുഇലത്ത് അവൾ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. മാ ഫഅൽത എന്ന് പറയുമ്പോൾ അന്ത എന്നുള്ള ദമീറാണ്, നീ പ്രവർത്തിച്ചിട്ടില്ല എന്നായി. മാ നുസിർത്ത നീ സഹായിക്കപ്പെട്ടിട്ടില്ല, ഇന്നാരും സഹായിച്ചിട്ടില്ല എന്നർത്ഥം. മാനുസിർത്ത. മാനുസിർത്തി പെണ്ണോട് പറയുമ്പോൾ സ്ത്രീയാണെങ്കിൽ മാനുസിർത്തി നീ ഒരു സ്ത്രീ സഹായിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അന്താന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന അത് ഹാദറാണ്, അത് സെക്കൻഡ് പേഴ്സൺ. ഹാദർ പ്രസന്റ് ആണ് ആള്. ആളോട് നേരിട്ട് പറയാണ് നീ 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 നിങ്ങൾ അങ്ങനെ പറയും. മനസ്സിലായില്ലേ? അന്ത നീ ഒരു പുരുഷൻ, അന്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അന്തും നിങ്ങൾ കുറെ പുരുഷന്മാർ, രണ്ടിലധികം പുരുഷന്മാർ. അന്തി നീ ഒരു സ്ത്രീ, അന്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ. അതായത് അന്തുമാ എന്നുള്ള രണ്ടിനും കോമണാണ്. അന്തുന്ന കുറെ സ്ത്രീകൾ. പിന്നെ അന നഹ്നു, അന നഹ്നു എന്താണ്? അന മീൻസ് അന ഞാൻ എന്ന് ഉറക്കെ പറ. ഇത്താകാത്ത എന്താണ്? ഞാൻ. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പറ്റും. നഹ്നു നമ്മൾ, പുരുഷനും സ്ത്രീക്കും പറ്റും. അതേപോലെ തന്നെ മാളി ഈ വാതിൽ ചാരിക്കൂടായിരുന്നു. ഇവിടെ ഓതല്ലേ, ഈ ഓതാണെങ്കിൽ വാതിൽ ചാരിക്കൂടായിരുന്നു. അനക്ക് പ്രശ്നമല്ല. ഇവിടെ പറയുന്നു അവിടെ ഇത് ഓതണം കൂടി ഇതാണ് അതൊക്കെയല്ല പ്രശ്നം. ഇനി അടുത്ത മുലാരിയ, മാതി മുലാരിയ അമ്ര നഹി. മാതി വിഹാർ മുലാരിയ, മുലാരിയ form يفعلوا فعل ماضي لا يفعلوا مضارع. In مضارع also there are 14 forms. 14 form ഉണ്ട് മുദാരിഅന്. In مضارع we prefix certain letters before فعل. ഫഅല എന്നുള്ള ഫോമിന്റെ മുമ്പ് നമ്മൾ ചില അക്ഷരങ്ങളെ ചേർക്കും. ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, താ, യാ, നൂന്. അലിഫ്, താ, യാ, നൂന്. അത് ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. ഹുവ ഹുമാ ഹും എന്നുള്ളതിൽ നമ്മൾ ചേർക്കുന്നത് യാ ആണ്. ഹുവ ഹുമാ ഹും എന്ന ലമീറുകൾക്ക് പകരം നമ്മൾ ചേർക്കുക യാ ആണ്. അവസാനത്തെ അക്ഷരത്തിന് ഫോർ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ലെറ്റർ ദിസ് വേർഡ് യു വിൽ പുട്ട് ലംബ്. അവസാനത്തെ അക്ഷരം ലാമുൽ ഫിഅൽ കതബ. ദർ ലാമുൽ ഫിഅൽ കതബ എന്നല്ല ലാമുൽ ഫിഅൽ. അതാ ബാ ഫാഉൽ ഫിഅൽ
കാഫ് പിന്നെ അതിന് പേര് താവ് ഫഅല എന്നുള്ളത് പോലെ വസ്ന് യഫ്അലു എന്നാവും ഫഅല എന്താവും യഫ്അലു മുളാരി both മുളാരി ആൻഡ് മുസ്തഖ്ബിൽ സെയിം ഫോം ഈസ് യൂസ്ഡ് ശരി പിന്നെ മുളാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് വർത്തമാനകാലം യഫ്അലു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് പ്രവർത്തിക്കുന്നു എന്ന് അർത്ഥമുണ്ട് മുസ്തഖ്ബിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അർത്ഥം എന്തൊരു പ്രവർത്തിക്കും ചെയ്യും എന്നർത്ഥം യഫ്അലു യഫ്അലാനി യഫ്അലൂന യഫ്അലു അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും യഫ്അലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും യഫ്അലാനി ഹുമ നാമം ഫോം വ്യത്യാസപ്പെട്ടു അവസാനം തസ്നിയയുടെ അലിഫും നൂനും വരും മുളാരിയാണ് തസ്നിയയുടെ അലിഫും നൂനും വരും മനസ്സിലല്ലേ അവിടെ റഫിന് പകരാണ് അല്ല ഹും എന്നുള്ള ലമീറില് അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും അവസാനം വാവും നൂനുണ്ട് മനസ്സിലല്ലേ ഇതിലൊക്കെ ഉണ്ട് ഇനി അടുത്തത് ഹിയ അവൾ ഒരു സ്ത്രീ തഫ്അലു അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും ഹിയ എന്നുള്ള ലമീർ മനസ്സിലല്ലേ തഫ്അലാനി തസ്നിയാന അലിഫ് നൂനുണ്ട് തഫ്അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു ഇത് യഫ്അൽന എന്നാണ് തഫ്അൽന എന്നല്ല യഫ്അൽന എന്നാണ് ശ്രദ്ധിക്കണം യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന എന്നാണ് മനസ്സിലായില്ലേ യഫ്അൽന അവിടെ ലമീർ വഹുമാ ഹും യഹുമാ ഹുന്ന എന്നുള്ള ലമീറാണ് അവർ കുറെ സ്ത്രീകൾ നടത്താം നെക്സ്റ്റ് അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അടങ്ങിയിരിക്കും അന്ത തഫ്അലു അപ്പൊ തഫ്അലു എന്നുള്ളത് എന്തിനൊക്കെ വരുന്നുണ്ട് ഹിയ എന്നുള്ള ലമീറിൽ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുമെന്നതിനും നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുമെന്നതിനും തഫ്അലു ആണ് ശരി അവിടെ പക്ഷെ ലമീർ ഹാലറാണ് മുഖാത്തബ് എന്ന് പറയും ഹാലർ പ്രസന്റ് ആയാണ് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ അഭിമുഖമായി സംസാരിക്കും മുഖാത്തബ് തഫ്അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും തഫ്അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും അപ്പൊ നിങ്ങൾ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും എന്നുള്ളതിനും തഫ്അലാനി എന്നാ പറയാം അവിടെ തസ്നിയ ഉണ്ട് തഫ്അലു തഫ്അലാനി പിന്നെ തഫ്അലൂന എന്നാണ് തഫ്അലൂന നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും തഫ്അലൂന യഫ്അലൂന ആണെങ്കിൽ അവർ കുറെ പുരുഷന്മാർ മനസ്സിലല്ലേ തഫ്അലൂന എന്നാകുമ്പോൾ നിങ്ങൾ കുറെ പുരുഷന്മാർ പിന്നെ തഫ്അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും തഫ്അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും തഫ്അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും തഫ്അലു ആൾസോ മീൻസ് അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും മനസ്സിലായില്ലേ തഫ്അലീന തഫ്അലാനി സെയിം ആണ് നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും തഫ്അലാനി ഇവിടെ തഫ്അലാനി മൂന്ന് തഫ്അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും തഫ്അൽന അന്തി അന്തുമാ അന്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ നിങ്ങൾ രണ്ടിലധികം സ്ത്രീകൾ പ്രവർത്തിക്കും തഫ്അൽന പക്ഷെ ഹുവഹുമാഹും യഹുമാഹുന്ന അവിടെ യഫ്അൽന എന്നായിരുന്നു അവർ കുറെ സ്ത്രീകൾ ആണെങ്കിൽ യഫ്അൽന ഓർത്താ മതി നിങ്ങൾ കുറെ സ്ത്രീകൾ ആകുമ്പോൾ തഫ്അൽന അതാണ് ഓർക്കേണ്ടത് പിന്നെ അഫ്അലു അന എന്നുള്ള ഓർത്താ മതി അന ഞാൻ പ്രവർത്തിക്കും അവിടെ അലിഫാണ് വന്നത് നഫ്അലു നഹ്നു എന്ന് ഓർത്താ മതി നഹ്നു റിമെമ്പർ നഹ്നു ഓക്കെ നഹ്നു എന്നുള്ളത് നഫ്അലു ഞങ്ങൾ പ്രവർത്തിക്കും അന അഫ്അലു അനാന്നല്ലേ അപ്പൊ അവിടെ അഫ്അലു നഹ്നു നഫ്അലു ഞങ്ങൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ നാം പ്രവർത്തിക്കും ഞങ്ങൾ പ്രവർത്തിക്കും എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ ഇതില് ഒക്കെ ഏതൊക്കെ അക്ഷരങ്ങൾ വന്നു മുമ്പേ യാ താ അലിഫ് നൂന് അലിഫ് താ യാ നൂന് യാ ഏതിലൊക്കെ വന്നു മുദക്കർ വഹദാൻ മുദക്കർ വായിബ് വഹദാൻ ആണ് സിംഗുലർ ശ്രദ്ധിക്കണ്ട മുബശറ വഹദാൻ മുദക്കർ വായിബില് യാ വന്നു തസ്നിയ മുദക്കർ വായിബില് യഫ്അലാനി മനസ്സിലായില്ലേ യാ വന്നു പിന്നെ ജംഅ മുദക്കർ വായിബ് ജംഅല്ലത് മുദക്കർ അല്ലേ മുദക്കർ എന്താണ് ആരിലേക്ക് എന്താ ചോദിക്കാത്തത് മുദക്കർ എന്താണ് പുരുഷൻ പുല്ലിംഗം മുഅന്നസ് സ്ത്രീലിംഗം മനസ്സിലായില്ലേ വഹദാൻ എന്ന് പറഞ്ഞാൽ ഏകവചനം മുഫ്രദ് വഹദാൻ മുദക്കർ വായിബ് വഹദാൻ തസ്നിയ മുദക്കർ വായിബ്
പിന്നെ ജംഅ മുദക്കർ ഗായിബ്. ജംഅ പ്ലൂറലാണ്, മുദക്കറാണ്, പുല്ലിംഗമാണ്, പിന്നെ ഗായിബാണ്, ഇവിടെ ഇല്ലാത്ത ആളാണ്, തേർഡ് പേഴ്സൺ. പിന്നെ യഫ്അൽന, പിന്നെ ഏതിലാ യാ വരുന്നത്? ജംഅ മുഅന്നസ് ഗായിബ്. ജംഅാണ് പ്ലൂറൽ, മുഅന്നസ് സ്ത്രീലിംഗമാണ്, പിന്നെ ഗായിബ് തേർഡ് പേഴ്സൺ ആണ്. അവർ കുറെ സ്ത്രീകൾ. അപ്പൊ ഇതിൽ നാലിലാണ് യാ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ താ വന്നിരിക്കുന്നത് ഇതിലൊക്കെ തഫ്അലു തഫ്അലാനി. ഇവിടെ വന്ന് തഫ്അലു വഹദാൻ മുഅന്നസ് ഗായിബ്. വഹദാൻ എന്താണ്? ഏകവചന ബഹുവചന. വഹദാൻ എന്ന് പറയുമ്പോൾ ഏകവചന ബഹുവചന. ഏകവചനം ഒന്നും പറയാത്ത എന്താണ്? വാഹിദ് കേട്ടിട്ടില്ലേ? അതിനെന്താ ഇപ്പൊ പറഞ്ഞല്ലേ വഹദാൻ എന്ന ഏകവചനം. തഫ്അലു വഹദാൻ മുഅന്നസ് ഗായിബ്. തഫ്അലാനി തസ്നിയ മുഅന്നസ് ഗായിബ്. തസ്നിയ എന്ന് പറഞ്ഞാൽ ദ്വിവചനം. മനസ്സിലായില്ലേ? പിന്നെ തഫ്അലു വീണ്ടും വന്നു. അതെന്താണ്? വഹദാൻ മുദക്കർ ഹാദിർ. ഹാദിർ മുഖാത്തബ്, അതായത് സെക്കൻഡ് പേഴ്സൺ, നീ എന്നുള്ള നീ നിങ്ങളൊക്കെ പറയുന്നു. തഫ്അലു. തഫ്അലാനി തസ്നിയ മുദക്കർ ഹാദിർ. തസ്നിയ മുദക്കർ ഹാദിർ. തസ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ദ്വിവചനം തസ്നിയ. അതെ, മുദക്കർ മുദക്കർ എന്ന് പറഞ്ഞാല് എന്താണ്? പുല്ലിംഗ സ്ത്രീലിംഗ? മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗം. മുഅന്നസ് സ്ത്രീലിംഗം. ഇവിടെ പറഞ്ഞില്ലേ ഞാന്? വഹദാൻ മുദക്കർ, പിന്നെ തസ്നിയ മുദക്കർ ഹാദിർ, പിന്നെ ജംഅ മുദക്കർ തഫ്അലൂന. ജംഅ മുദക്കർ ഹാദിർ തഫ്അലൂന. പിന്നെ തഫ്അലീന, പിന്നെ മുഅന്നസ പറയുന്നത്. ഇവിടേക്ക് ശ്രദ്ധിക്കണില്ല. ഇതൊക്കെ മുദക്കർ, ഇത് മുഅന്നസ്, ഇത് മുദക്കർ, വീണ്ടും വീണ്ടും മുഅന്നസ്. അങ്ങനെയാണ് ക്രമം. തഫ്അലീന വഹദാൻ മുഅന്നസ് ഗായിബ്. വഹദാൻ മുഅന്നസ് ഹാദിർ ഏകവചനാണ്. മുഅന്നസ് മുഅന്നസ് പറഞ്ഞ സ്ത്രീയാണ്, പുരുഷനാണ്. മുഅന്നസ് സ്ത്രീലിംഗം, സ്ത്രീലിംഗം. എന്നിട്ട് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് തഫ്അലീന വഹദാൻ മുഅന്നസ് ഹാദിർ. തഫ്അലാനി തസ്നിയ മുഅന്നസ് ഹാദിർ, ദ്വിവചനം, മുഅന്നസുമാണ്, ഹാദിർ ഹാദിറാണ്. തഫ്അൽന തഫ്അൽന ജംഅ മുഅന്നസ് ഹാദിർ. ഇവിടെ യഫ്അൽന എന്നാകുമ്പോൾ ജംഅ മുഅന്നസ് ഗായിബായിരുന്നു, തേർഡ് പേഴ്സൺ. അവർ എന്നല്ല, അവർ കുറെ സ്ത്രീകൾ. ഇവിടെ നിങ്ങൾ കുറെ സ്ത്രീകൾ. ഇവിടെ ഉള്ള സ്ത്രീകളാണ്, നിങ്ങൾ കുറെ സ്ത്രീകൾ. തഫ്അൽന. പിന്നെ അപ്പൊ ഇവിടെയൊക്കെ ഇതിലൊക്കെ വന്നു തഫ്അലു തഫ്അലാനി തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന. അതിലൊക്കെ താ വന്നു, കൂടുതലും താ ആണ് അല്ലേ? ഇനി അടുത്തത് അഫ്അലു. അലിഫ് ഒരിടത്ത് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ, അന, ഞാൻ പ്രവർത്തിക്കും, അവിടെ മാത്രം അലിഫ് വരും. പിന്നെ നഫ്അലു നൂന് വരുന്നത് എന്താണ്? വഹദാൻ മുത്തക്കല്ലിം എന്നാണ്. എന്താണ്? വഹദാൻ മുത്തക്കല്ലിം. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആള്. ഞാൻ തന്നെ പറയല്ലേ? അപ്പൊ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് ആള് ഞാൻ, ഇതല്ലേ? ഫസ്റ്റ് പേഴ്സൺ, പറയുന്ന ആൾ തന്നെ, സംസാരിക്കുന്ന ആളെന്ന് അറബിയിൽ പറയാം. പറയുന്ന ആള്, സ്പീക്കർ. അഫ്അലു നഫ്അലു. അവിടെ ജംഅ് മുത്തക്കല്ലിം. ജംഅാണ് മുത്തക്കല്ലിമാണ്. മുദക്കറിനും മുഅന്നസിനും ഒരേ രൂപം. പിന്നെ ദ്വിവചനമാണെങ്കിലും അതന്നെ. ദ്വിവചനം പ്രത്യേകമല്ല. ഇത് അനാനാഹു, അതില് പിന്നെ ഏകവചനം, പിന്നെ ബഹുവചനമേ ഉള്ളൂ. ബഹുവചനം രണ്ടാളാണെങ്കിലും അങ്ങനെ. തസ്നിയാണെങ്കിലും നഫ്അലു തന്നെ. രണ്ടാൾക്ക് പ്രത്യേക രൂപമില്ല. നഫ്അലു ഒരേ രൂപ. ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും രണ്ടിലധികം ആളുണ്ടെങ്കിലും, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നഫ്അലു. ഇനി സ്വറഫാക്കണം. ഇത് കാണാതെ സ്വറഫാക്കി പഠിക്കണം, എന്നാലേ അത് തെറ്റാതിരിക്കുള്ളൂ. ആ ഫോം, അതിന്റെ വസ്ദിന് എന്ന് പറഞ്ഞാൽ യഫ്അലു എന്നാണ്. അപ്പൊ യഫ്അലു യഫ്അലാനി എങ്ങനെ സ്വറഫാക്കി പഠിച്ചാൽ അതേപോലൊക്കെ സ്വറഫാക്കാം. ചെറിയ വ്യത്യാസങ്ങൾ ചെറുതുണ്ടാവുള്ളൂ. യക്തുബു എന്ന് പറയുമ്പോൾ യഫ്അലു, ഇവിടെ അയിന് ഫതഹലിന് പകരം അയിനുൽ ഫീല് ലമ്മാണ്. യക്തുബു, കത്തബ യക്തുബു എന്നാണ്. കത്തബയുടെ മുളാരി യക്തബു എന്നല്ല, യക്തുബു എന്നാണ്. അപ്പം ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ തന്നെ യക്തുബു യക്തുബാനി അങ്ങനെ പോകും. ഇനി സ്വറഫാക്കണം. യഫ്അലു യഫ്അലാനി യഫ്അലൂന. ചൊല്ലേ. تفعل يفعلان يفعلون. تفعل تفعلان يفعلن. تفعل تفعلان يفعلن. تفعل تفعلان تفعلون. تفعل تفعلان تفعلون. تفعلين تفعلان تفعلن. تفعلين تفعلان تفعلون. تفعلن. تفعلن. ബാബും നൂനും ജമ്മു മുദക്കറിൽ മാത്രമാണ്. മനസ്സിലല്ലേ? ജമ്മു മനസ്സിൽ
അവസാനം നൂനാണ്. ലാമുൽ ഫിഅലിന് സുക്കൂനും വരും. മനസ്സിലായില്ലേ? തഫ്അലീന തഫ്അലാനി തഫ്അൽന تفعلين تفعلان تفعلن അഫ്അലു أفعل നഫ്അലു تفعل അഫ്അലു നഫ്അലു أفعل يفعل يفعل يفعلان يفعلون تفعل تفعلان يفعلن تفعل تفعلان تفعلون تفعلين تفعلان تفعلن أفعل نفعل. അതേപോലെ വേറെ സഫാക്കാം. യക്തുബു യക്തുബാനി യക്തുബൂന തക്തുബു തക്തുബാനി യക്തുബുന തക്തുബു തക്തുബാനി തക്തുബൂന തക്തുബീന തക്തുബാനി തക്തുബുന അക്തുബു നക്തുബു. ഓക്കെ. നസറ യൻസുറു നസറ ഹെൽപ്ഡ് അല്ലേ? നസറ സർഫാക്ക് നസറ മാദി നസറ നസറ نصر نصروا نصرت نصرتا نصرنا نصرت نصرتما نصرتم نصرت نصرتما نصرتن نصرت نصرنا. അതേപോലെ യൻസുറു യൻസുറാനി യൻസുറൂന തൻസുറു തൻസുറാനി യൻസുർന തൻസുറു തൻസുറാനി തൻസുറൂന തൻസുരീന തൻസുറാനി തൻസുർന അൻസുറു നൻസുറു. ശരി. യൻസുറു യൻസുറാനി യൻസുറൂന തൻസുറു തൻസുറാനി യൻസുർന തൻസുറു തൻസുറാനി തൻസുറൂന തൻസുരീന തൻസുറാനി തൻസുർന അൻസുറു നൻസുറു. ഓക്കെ ഓക്കെ. അതേപോലെ യഫ്അലു പോലെ തന്നെ യദ്ഹബു ദഹബ യദ്ഹബു. ദഹബന്റെ മുളാരി എന്താണ്? യദ്ഹബു. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. എന്റെ കൂടെ പറയണം. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി യദ്ഹബുന തദ്ഹബു തദ്ഹബാനി തദ്ഹബൂന തദ്ഹബീന തദ്ഹബാനി തദ്ഹബുന അദ്ഹബു നദ്ഹബു. ഓക്കെ. ഇതേപോലെ വന്ന ഇതിൽ കൂടെ നറബയുടെ മുളാരി യദുരിബു ആണ്. നറബ യദുരിബു. അപ്പൊ യദുരിബു യദുരിബാനി യദുരിബൂന എന്താ ചൊല്ലാത്ത കൂടെ? യദുരിബു യദുരിബാനി യദുരിബൂന തദുരിബു തദുരിബാനി യദുരിബുന തദുരിബു തദുരിബാനി തദുരിബൂന തദുരിബു തദുരിബീന തദുരിബീന തദുരിബാനി തദുരിബുന അദുരിബു യദുരിബു. ഓക്കെ. ഇനി തന്നെ ഇപ്പൊ യഫ്അലു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. ഇനി ഇത് if you want to special this particular eye for mustaqbil future tense, then we can use sawfa or sa before this. Sawfa ശേഷം അർത്ഥം, sa എന്ന് പറയുന്നത് ശേഷം അർത്ഥം. Sawfa or sa means after. So sawfa yaf'alu or sa yaf'alu. If you use sawfa yaf'alu അല്ലെങ്കിൽ sa yaf'alu, then it means meaning will be in future tense. Meaning will be in future tense. Sawfa yaf'alu means after that I will do. Say that I shall do. Sayaf'alu also means say. ശേഷം ഞാൻ പ്രവർത്തിക്കും. Sayaf'alu അല്ലെങ്കിൽ sawfa yaf'alu. ni മുളാരി മംഫി അല്ലെങ്കിൽ മുസ്തഖബിൽ മംഫി നഫി നെഗറ്റീവ് ഫോം. പ്രവർത്തിക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല, പ്രവർത്തിക്കുന്നില്ല. രണ്ടർത്ഥം, രണ്ട് രൂപത്തിൽ പറയാം. മുളാരി ആണെങ്കിൽ പ്രവർത്തിക്കുന്നില്ല, മുസ്തഖ്ബിൽ ആണെങ്കിൽ പ്രവർത്തിക്കുകയില്ല, ചെയ്യുകയില്ല, ഞാൻ ചെയ്യുകയില്ല, ഞാൻ പഠിക്കുകയില്ല. അങ്ങനെ അറിയും. അപ്പം ലാ എന്ന് ചേർക്കണം. ഇത് ഇല്ല എന്നുള്ളതിന് ലാ എന്ന് ചേർക്കണം. അപ്പൊ മാതി മംഫിയാക്കാൻ നമ്മൾ എന്താ കുറച്ച് മാതി ചേർക്കാൻ പറഞ്ഞു. ബിഫോർ പാല ഉറപ്പില്ല അല്ലേ? മാതി മാറൂഫാണെങ്കിൽ മാ ബിഫോർ പാല. മാതി മംഫി മാ ബിഫോർ പോയില്ല, മാ പാല മാ പോയില്ല. ഇങ്ങനെ. അതേപോലെ മുനാരി ആണെങ്കിൽ എന്ത് ചേർക്കണം? ലാ. എന്താണ് ചേർക്കണം? ലാ. പ്രഫിക്സ് ലാ. ലാ ലാ അന്നഫി. നഫീനുള്ള ലാ എന്ന് പറയാം. നഫീനുള്ള ലാ. ലാ അന്നഫി ബിഫോർ മുവാരിയ. യഫ്അലു എന്നുള്ളതിന് മുമ്പ് ലാ എന്ന് ചേർക്കുന്നു. വേറെ ഒന്നിട്ട് മാറ്റമല്ല. ലാ യഫ്അലു ലാ യഫ്അലാനി ലാ യഫ്അലൂന ലാ തഫ്അലു ലാ തഫ്അലാനി ലാ യഫ്അൽന ലാ തഫ്അലു ലാ തഫ്അലാനി ലാ തഫ്അലൂന ലാ തഫ്അലീന ലാ തഫ്അലാനി ലാ തഫ്അൽന ലാ അഫ്അലു ലാ നഫ്അലു. ലാ അഫ്അലു I will not do. ലാ അഫ്അലു I will not do. I'm not doing. Both meanings are there.
ലാ യഫ്അലു അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല. അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നില്ല. ഓക്കെ. ലാ യഫ്അലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല. ലാ യഫ്അലൂന അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല. അതേപോലെ ഇങ്ങനെ പോകും. ഫഹുമാഹും യഹുമാഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അങ്ങനെ. യദ്ഹബു മുനവ്വിറത്തുൻ ഇലൽ മദ്രസത്തി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? മുനവ്വിറ ഈസ് ഗോയിങ് ടു ദ സ്കൂൾ. യദ്ഹബു മുനവ്വിറത്തുൻ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മുനവ്വിറ ആണോ പെണ്ണ? മുനവ്വിറ മുദക്കറ മുഅന്നസാ? പറ. മുദക്കറാണോ മുഅന്നസാണോ പറയും. ഏതാണ് കുട്ടി? പറയ്. മുഅന്നസ്. അത് പറയാത്തെന്താ? അപ്പൊ എന്ത് പറയണം? യദ്ഹബു മുനവ്വിറ എന്ന് പറയാൻ പറ്റുമോ? മുഅന്നസല്ലേ? മുഅന്നസാകുമ്പോ എന്ത് പറയണം? തദ്ഹബു. എന്ത് പറയണം? തദ്ഹബു മുനവ്വിറത്തു ഇലൽ മദ്രസത്തി. തദ്ഹബു മുനവ്വിറത്തു ഇലൽ മദ്രസത്തി അങ്ങനെ പറയാം. കാരണം എന്താ? തഫ്അലു തഫ്അലാനി യഫ്അൽനല്ലേ? തദ്ഹബു മുനവ്വിറത്തു ഇലൽ മദ്രസത്തി. മുനവ്വിറ സ്കൂളിലേക്ക് പോകുന്നു. മുനവ്വിറ ഈസ് ഗോയിങ് ടു ദ സ്കൂൾ. ലൈക്ക് ദാറ്റ്. യദ്ഹബു മുഹമ്മദുൻ ഇലൽ മദ്രസത്തി. യദ്ഹബു അവിടെ യദ്ഹബു എന്നാണ്. യദ്ഹബു മുഹമ്മദുൻ ഇലൽ മദ്രസത്തി. അദ്ഹബു ഇല സൂഖി ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. അദ്ഹബു ഇല സൂഖി I will go to the market or I am going to the market. അദ്ഹബു ഇല സൂഖി. both man and woman. Okay. രണ്ടാക്കും പറയാം.